ഈ പോസ്റ്ററൊന്നും ആക്രോശിച്ച് നിൽക്കുന്ന ഒരാൾ, വളരെ എക്സിക്യൂട്ടീവായി ഡ്രസ്സ് ധരിച്ച് സമാധാനത്തോടു കൂടി നിൽക്കുന്ന മറ്റൊരാൾ, നെഞ്ചിൽ ഇന്ത്യയുടെ പതാക ഏകിയ രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിൻ്റെ ഈ ഒരു എപ്പിസോഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. യുദ്ധം സമാധാനപൂർണ്ണമായി അവസാനിക്കട്ടെ എന്നാണ് ഞാനും ആശിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ പോസ്റ്റ് രാഹുൽ ഈശ്വറിൻ്റെ ഈ എപ്പിസോഡൊന്ന് കേട്ടോ നോക്കാം അല്ലേ. ഇറാൻ ഇല്ലാതായി, ഇറാന്റെ നാവികപ്പട ഇല്ലാതായി, ഇനിയും ഹോർമുസ് ഞങ്ങൾ ഭരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ട്രംപ് ഇപ്പോൾ ഹോർമുസ് തുറക്കാൻ നാറ്റോ രാജ്യങ്ങളുടെ സഹായം കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചിരുന്നു. എല്ലാ രാജ്യങ്ങളും അത് തള്ളിക്കളഞ്ഞു. ജർമ്മനിയും ഇംഗ്ലണ്ടും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ആ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞു. ട്രംപിന് കിട്ടിയ വലിയ തിരിച്ചടികളിലൊന്നാണ്. കാര്യം ആ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് കുറെ കൂടെ സ്ഥിരതയും സ്റ്റെബിലിറ്റിയും ഉണ്ട്. ആവശ്യമില്ലാത്ത യുദ്ധങ്ങളിലേക്ക് അവരെ കൂടെ വലിച്ചഴക്കേണ്ട ആവശ്യമില്ലാത്ത തിരിച്ചറിവാണ് ഇന്ന് ട്രംപ് അവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. നാറ്റോ മേക്കിംഗ് ഫൂളിഷ് മിസ്റ്റേക്ക് ഓവർ ഇറാൻ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നാറ്റോ വലിയ മിസ്റ്റേക്കാണ് ഇറാനുമേൽ. അതായത് നാറ്റോ സഖ്യത്തിന്റെ പ്രത്യേകത രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യക്ക് എതിരെ ഉള്ളൊരു പോരാട്ടമായിട്ടാണ്, അല്ലെങ്കിൽ റഷ്യക്കെതിരെയുള്ള പ്രതിരോധം എന്ന് ഇവർ വിളിക്കുകയും അഗ്രഷൻ എന്ന് അവർ വിളിക്കുകയും ചെയ്യുന്ന കാര്യത്തിലാണ് നാറ്റോ നിർമ്മിതമായത്. ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തിന് മേലുള്ള ആക്രമണം എല്ലാ രാജ്യങ്ങൾക്കും മേലുള്ള ആക്രമണമായി കണക്ക് കൂട്ടുമെന്നാണ് നാറ്റോയുടെ അടിസ്ഥാന തത്വം. പക്ഷേ നാറ്റോ രാജ്യങ്ങൾ ഇതേപോലെ എടുത്തു ചാടാനോ അനാവശ്യമായ യുദ്ധങ്ങളിലേക്ക് പോകാനോ തയ്യാറല്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരുപാട് രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ ട്രംപിനെ സഹായിക്കില്ലെന്നും ഈ അനാവശ്യ യുദ്ധത്തിൽ പങ്കെടുക്കില്ലെന്നും പറഞ്ഞത് ലോകത്ത് സമാധാനം ഇന്നും നിലനിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ട്രംപ് ഇപ്പം പറയുന്നത് എന്നാ, എനിക്ക് നാറ്റോ ആവശ്യമില്ല, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഞങ്ങൾ തന്നെ തുറന്നോളാമെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വളരെ പോസിറ്റീവായ ഡെവലപ്മെൻറ്റാണ്. ഒരുപക്ഷെ യുദ്ധം ഇനിയും വളരെ വ്യാപിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അത് നല്ലതുമാണ്. അതിനോടൊപ്പം ട്രംപിന് വൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ട്രംപിന്റെ കൗണ്ടർ ടെററിസം ചീഫ്, അതായത് തീവ്രവാദ വിരുദ്ധ ചീഫായ ജോ കെന്റ്, അദ്ദേഹം റിസൈൻ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിന്റെ ഭാര്യ ഐസിസിനെതിരെയുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ഏറ്റവും പ്രമുഖനായ പട്ടാളക്കാരിൽ ഒരാളാണ്. 2 ആൺകുട്ടികളുടെ അച്ഛനാണ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. ജോ കെന്റ് എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ അമേരിക്കൻ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റിലെ ഏറ്റവും ഡെക്കറേറ്റഡ്, അമേരിക്കക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡെക്കറേറ്റഡ് ആയ സൈനികനാണ് ജോ കെന്റ്. ജോ കെന്റ് പറഞ്ഞിരിക്കുന്ന പ്രസക്തമായ കാര്യങ്ങളാണ്. ഓരോ അമേരിക്കക്കാരനും, ഓരോ നിഷ്പക്ഷനായ ലോക പൗരനും, അതോടൊപ്പം ട്രംപിനെ തീവ്രമായി ഇഷ്ടപ്പെടുന്ന ചിലരും, നമ്മുടെ നാട്ടിലെ പ്രസംഗികളും തീവ്ര ഹിന്ദുത്വവാദികളും കേൾക്കേണ്ടതാണ്. ജോ കെന്റ് പറയുന്നു, ഇറാൻ നോ ഇമിനന്റ് ത്രെറ്റ് ടു അമേരിക്ക. അമേരിക്കയ്ക്ക് യാതൊരു ഇമിനന്റ് ത്രെറ്റും ഇറാൻ ഉണ്ടാക്കിയിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ യുദ്ധം ഇസ്രായേലിന്റെ സമ്മർദ്ദവും ഇസ്രായേലിന്റെ ലോബികളുടെ സമ്മർദ്ദവും കാരണം അമേരിക്ക പോയതാണ്. പറയുന്നത് സാധാരണക്കാരനല്ല, പറയുന്നത് ഇടതുപക്ഷക്കാരല്ല, പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വിരുദ്ധനല്ല, പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ കൗണ്ടർ ടെററിസത്തിന്റെ ഹെഡായി നിർമ്മിച്ച ജോ കെന്റാണ്. ജോ കെന്റ് പറയുന്നത് ജോ കെന്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ, അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിക്കേണ്ടതാണ്. ഒരുപാട് ചിന്തിച്ചതിന് ശേഷം എൻ്റെ മനസാക്ഷിയെ മുൻനിർത്തി ഞാൻ ഈ പോസ്റ്റ് രാജിവെക്കാൻ തീരുമാനിച്ചു. എനിക്ക് നല്ല മനസാക്ഷിയോടുകൂടി ഇറാനെതിരെയുള്ള യുദ്ധത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഇറാൻ നമ്മുടെ രാജ്യത്തിന് അടിയന്തരമായി ഒരു ഭീഷണിയും ഉയർത്തിയിട്ടില്ല. ഇത് വളരെ ക്ലിയറാണ്. ഈ യുദ്ധം തുടങ്ങിയത് ഇസ്രായേലിലും അവരുടെ പവർഫുൾ അമേരിക്കൻ ലോബിയിലും ഉള്ള സമ്മർദ്ദം കാരണം മാത്രമാണ്. ഓർക്കുക, എല്ലാ ജൂതന്മാരും സയനിസ്റ്റുകളല്ല. ജൂതന്മാർ വേറെ, സയനിസ്റ്റുകൾ വേറെ, ഹിന്ദുക്കൾ വേറെ, ഹിന്ദുത്വവാദികൾ വേറെ, മുസ്ലിങ്ങൾ വേറെ, ഇസ്ലാമിസ്റ്റുകൾ വേറെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വേറെ, ഈ ക്രിസംഗികൾ വേറെ. ഓരോ മതത്തിലും വിശ്വാസത്തിലും അതിനെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട്, പൊളിറ്റിക്കൽ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഹിന്ദുക്കളിലെ പൊളിറ്റിക്കലി മിസ്യൂസ് ചെയ്ത ഹിന്ദുത്വവാദിയാണ് ഹിന്ദുക്കൾക്ക് ഒരു ഗുണവും ചെയ്യാത്ത ഗോഡ്സെ. ഇതേപോലെ ഇസ്ലാമിസ്റ്റുകളുണ്ട്. അവർ മുസ്ലിങ്ങളല്ല, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരല്ല, പകരം ഇസ്ലാമിസ്റ്റുകളാണ്. ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് 1979 പരിശുദ്ധ മക്ക അടക്കം ആക്രമിച്ചത്. ഇതേപോലെ ഒരുപാട് മഹാന്മാരായ ജൂതന്മാരുണ്ട്. ആ ജൂതന്മാർ, ഉദാഹരണം ബെൻ ഗൂരിയോൺ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ തന്നെ സ്ഥാപകൻ, മഹാത്മാഗാന്ധിയുടെ ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ചിരുന്നത്. കാരണം ആ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിൽ സമാധാനത്തിന്റെ സന്ദേശവാഹകനും ഇദ്ദേഹത്തെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ മനുഷ്യനെയാണ് ലോകം പിന്തുടരേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർ, നല്ല ആൾക്കാർ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇസ്രായേലിലുള്ള ആൾക്കാരും നല്ലവരൊക്കെ തന്നെയാണ്, പാലസ്തീനിലോട്ട് നല്ലവരാണ്. പക്ഷേ അവരിൽ തന്നെ തീവ്ര സ്വരക്കാരുണ്ട്. ഈ ഹാർഡ് ലൈനേഴ്സ് ആണ് പ്രശ്നം.
അപ്പോൾ ആ ഹാർഡ് ലൈനേഴ്സിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അതിശക്തമായി അമേരിക്കയിലുള്ള ഈ വാർ ലോബികളെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അമേരിക്കയിൽ ഈ മിഡിൽ ഈസ്റ്റ് വാർസിലേക്ക് പോകരുത്, അതൊരു കുടുക്കാണ്, അദ്ദേഹത്തിന് എൻ്റെ സ്വന്തം ഭാര്യയെ ഇതിൽ നഷ്ടപ്പെട്ടതാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഓരോ വ്യക്തിയും വായിക്കേണ്ട ഒരു എഴുത്താണ്. പറ്റുമെങ്കിൽ ട്വിറ്ററിലൊക്കെ ഉണ്ട്, ആ എഴുത്ത് നിങ്ങൾ വായിക്കണം. ആ എഴുത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭാര്യയടക്കം എനിക്ക് ഇതിനു വേണ്ടി നഷ്ടപ്പെട്ടതാണ്. അതായത് തീവ്രവാദത്തെ ഇല്ലാതാക്കുന്നതിന് പകരം മനഃപൂർവ്വം തീവ്രവാദത്തിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അതിനെ വളർത്താനേ ഇത്തരം ആക്രമണങ്ങൾ ഗുണപ്പെടും എന്നുള്ളതാണ് വളരെ സന്തോഷം. അതായത് ജോ കെന്റിനെ പോലെ സത്യസന്ധതയുള്ള ആൾക്കാർ വെളിയിൽ വരട്ടെ. അദ്ദേഹം 11 തവണ അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധത്തിന് പോയ വ്യക്തിയാണ്, ഗോൾഡ് സ്റ്റാർ ആണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് ക്രെഡൻഷ്യൽസ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ എക്സ്ട്രീമിസം അഥവാ എന്താ പറയുക, തീവ്ര സ്വരക്കാരായ ട്രിഗർ ഹാപ്പിയായ ഒരുപാട് മനുഷ്യരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇസ്രായേലിലുള്ള ട്രിഗർ ഹാപ്പി ആൾക്കാർ, അമേരിക്കയിലുള്ള ട്രിഗർ ഹാപ്പി ആൾക്കാർ, അത്തരം ട്രിഗർ ഹാപ്പിയായ യുദ്ധങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആയുധ ലോബിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരെ തള്ളിപ്പറയാൻ ലോകത്തിനാകട്ടെ. നാറ്റോ സഖ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾക്ക് ഏറ്റവും വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു അവസരമാണ്. ആവശ്യമില്ലാതെ യുദ്ധം കൂടുതൽ വളർത്താൻ ശ്രമിക്കാത്ത രീതിയിൽ വരുന്നത് കൂടുതൽ ഒരു ഭാഗത്തെ ആൾക്കാർ കൊല്ലപ്പെടേണ്ട. ഇന്നലെ ഇറാന്റെ ഒരു സെക്യൂരിറ്റി ചീഫ് കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ ചില ആൾക്കാർ മരിച്ചതായി ഇറാൻ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്ന് ഓർക്കുക, ദർ ഈസ് നോ പാത്ത് ടു പീസ്, പീസ് ഈസ് ദ പാത്ത്. സമാധാനത്തിലേക്കൊരു വഴിയില്ല, സമാധാനമാണ് വഴി. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഈ വാക്കുകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല, എല്ലാവരും പരാജയപ്പെടുന്നേ ഉള്ളൂ. അമേരിക്കയും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ദിവസം $1 ബില്യൺ എന്നാണ് കണക്ക് പറയുന്നത്. ഒരു ദിവസം $1 ബില്യൺ, 10,000 കോടി രൂപയോളം, അല്ലെങ്കിൽ 9,000-10,000 കോടി രൂപയാണ് അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത്. എന്തിനാണ്? ഒരു ഗുണവുമില്ലാത്ത ഒരു യുദ്ധം. ഇവിടെ റെജീം ചേഞ്ച് പോലും ഉണ്ടാവാൻ പോകുന്നില്ല ഇറാനിൽ. അപ്പോൾ മനഃപൂർവ്വം ചിലരുടെ ഈഗോയ്ക്കാണ് ഈ പോരാട്ടം. അതില്ലാതാകട്ടെ. നാറ്റോ രാജ്യങ്ങളും ജോ കെന്റും പോലുള്ള നല്ല ആൾക്കാർ മുമ്പോട്ട് വന്ന് യുദ്ധത്തിന് വിരാമം ഉണ്ടാകട്ടെ. ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ എപ്പിസോഡ്. രാഹുൽ ഈശ്വർ, വെരി ഗുഡ്. പിന്നെ എനിക്ക് തോന്നിയ, എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ചില സംശയങ്ങളുണ്ട്. എന്തിനാണ് അമേരിക്ക ഈ യുദ്ധം ചെയ്യുന്നത്? അമേരിക്ക ഇറാനെതിരെ ഈ യുദ്ധം ചെയ്യുന്നതിന് മെയിൻ കാരണമായിട്ട് അവർ പറയുന്നത് ഈ ഇറാൻ്റെ കയ്യിൽ അണുവായുധങ്ങൾ ഉണ്ട് എന്നാണ്. ഈ അണുവായുധങ്ങൾ അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ ബോംബുകളൊക്കെ ഏറ്റവും കൂടുതൽ ആദ്യമായി പരീക്ഷിച്ചത് അല്ലെങ്കിൽ കയ്യിലുണ്ടത് US ആണ്. നമുക്കറിയാം, പിന്നെ ജപ്പാനിൽ നാഗസാക്കിലും ഹിരോഷിമയിലും ഒക്കെ ഈ അണുബോംബിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒരേ സമയം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് കൊന്ന ഒരു രാഷ്ട്രമാണ് US. അത് ഇപ്പം ആൾക്കാർ അല്ലെങ്കിൽ US ഉള്ള ആളൊക്കെ പറയുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഭാഗമായി നടന്ന രണ്ടാം ലോകമഹായുദ്ധമൊക്കെ ഈ ബോംബിടുന്നതിന് 2-3 മാസം മുമ്പ് നിന്നുപോയ കാരണം മുസോളിനിയെ നാട്ടുകാരടിച്ച് കൊന്നുകളഞ്ഞപ്പോഴും, അല്ലെങ്കിൽ സ്വന്തം കാമുകയും പട്ടിയെയും കെട്ടി സ്വന്തം പട്ടിയും കാമുകയും വെടിവെച്ച് കൊന്നിട്ട് മരിച്ച ഹിറ്റ്ലറും, സൂയിസൈഡ് ചെയ്ത ഹിറ്റ്ലറോടുകൂടിയൊക്കെ രണ്ടാം മഹായുദ്ധം അവസാനിച്ചതാണ്. പിന്നെ എന്തിനാണ് ഈ ഇത്രയും ഒരു അണുബോംബ് അവർ പരീക്ഷിച്ചത്, ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നതെന്ന് എനിക്ക് അത്ര ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതിനുശേഷം പിന്നെ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ബറാക്ക് ഒബാമയൊക്കെ ഒരു ഐക്യരാഷ്ട്ര സംഘടന ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരുന്നു. മറ്റു രാഷ്ട്രങ്ങളൊന്നും ഇങ്ങനെ അണുബോംബ് വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അപ്പം അവിടെ കൊണ്ട് ആ പ്രശ്നം തീർന്നതാണ്. ഇനി അതുമല്ല എങ്കിൽ ഏകദേശം 1 വർഷത്തിന് മുമ്പാണ് തോന്നി ഈ അമേരിക്ക ഇറാനെതിരെ ഒരു യുദ്ധം ചെയ്തിരുന്നു. കുറഞ്ഞ ദിവസം അത് നീണ്ടു നിന്നുള്ളൂ. അതിനുശേഷം അമേരിക്ക, ട്രംപ് തന്നെ പറഞ്ഞിരുന്നു അവരുടെ ഇറാൻ്റെ അണുവായുധ ശേഖരമൊക്കെ ഞങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു. പ്രശ്നം അവിടെയും തീർന്നില്ലേ. ഇനി അതുമല്ല, മൂന്നാമത് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ യുദ്ധം ഉണ്ടാകുന്നതിൻ്റെ 1 മാസം മുമ്പ്, എനിക്ക് ഫെബ്രുവരിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഫെബ്രുവരി ആദ്യ വാരത്തിലെങ്ങാണ്ടാണ് ഫെബ്രുവരിയിൽ ഈ ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അമേരിക്കയും ഇറാൻ്റെയും പ്രശ്നങ്ങൾ തമ്മിൽ. അപ്പം ഇറാനിൽ ഇനി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വെക്കില്ല, അല്ലെ രാസായുധങ്ങൾക്കൊന്നും വെക്കില്ല, അവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പരിശോധിക്കാം. ഇനി അവരുടെ കയ്യിലുള്ള യുറേനിയം കുറച്ചുള്ളത് അവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഊർജ്ജം അങ്ങനെ എന്തോ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും വന്ന് പരിശോധിക്കാം എന്ന രീതിയിൽ ആ ഒരു
ചർച്ച അവസാനിപ്പിച്ചതാണ്. ഈ ചർച്ചയുടെ ഒരു പബ്ലിസിറ്റി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ഒരു യുദ്ധം പ്രഖ്യാപിക്കാതെ തന്നെ അവിടുത്തെ പരമോന്നത നേതാവിനെ കൊന്നു, പിന്നെ ആക്രമിച്ചു. ഇതൊക്കെ അമേരിക്ക ചെയ്യുന്നത് തെറ്റല്ലേ?